എപ്പോഴും സാറ് പറയുമല്ലോ കോൺഗ്രസിനകത്ത് തമ്മിലടിയാന്ന്. പക്ഷേ LDFിനകത്തും ഇപ്പോൾ ചെറിയ തമ്മിലടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞില്ലേ, MP രാജേഷും റിയാസും തമ്മിലുള്ള പോരാട്ടം. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് സിറ്റി ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിൽ നിന്നാണ് ഏറ്റവും വലിയ തുക ചെലവഴിച്ചിരിക്കുന്നത്. അത് MP രാജേഷിനെ പല കാര്യങ്ങളിലും മുന്നിട്ടിറക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും പരാമർശിക്കാതെ എല്ലാം റിയാസിൻ്റെ ഫ്ലെക്സ് ബോർഡും പിണറായിയുടെ ഫ്ലെക്സ് ബോർഡും ഒക്കെ അടിച്ചതിനെ പറ്റി MP രാജേഷ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് നടക്കുന്നത്. അത് ഈ കുടിലുകളിലും ഈ ചേരികളിലും ഉള്ള വീടുകളിലൊക്കെ ഉണ്ടല്ലോ, അവിടെ കലഹം ഉണ്ടെങ്കിൽ അത് പുറത്തറിയും. കൊട്ടാരത്തിൽ കലഹമുണ്ടെങ്കിൽ അത് പുറത്തറിയത്തില്ല. അരമന രഹസ്യം അങ്ങാടി പാട്ടാണെങ്കിൽ പോലും അതങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തില്ല. എല്ലാ പാർട്ടികളിലും അങ്ങേയറ്റം കലഹവും വിഭാഗീയതയും ഒക്കെയുണ്ട്. കോൺഗ്രസ്സിൽ അവർ മുണ്ടും മടക്കി കുത്തി അങ്ങ് ഇറങ്ങുകയാണ്, അടിക്കാൻ വേണ്ടി തന്നെ അവരുടെ പാർട്ടിയെ തന്നെ തീയിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇനി CPMനകത്ത് ഇങ്ങനെയൊക്കെയുള്ള തല്ലും മേളമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതൊന്നും അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ പുറത്തറിയത്തില്ല. നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ അതങ്ങനെ തല്ലാക്കും ചിലപ്പോൾ, അല്ലേ? ഇപ്പൊ MP രാജേഷിന്റെ കാര്യത്തിലോട്ട് വന്നാൽ ആദ്യമൊക്കെ ഒന്ന് പിടിച്ചു നിന്ന്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടിട്ടില്ല, ഞങ്ങളങ്ങനെ മീറ്റിംഗ് സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ നിലവിൽ പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ് MP രാജേഷ്. ഇന്നിപ്പം 4ാം വാർഷികത്തിൻ്റെ ആഘോഷത്തോടൊപ്പം ഇന്ന് പിണറായി വിജയൻ്റെ ജന്മദിനാഘോഷവും കൂടി ആണെന്നൊക്കെയാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇന്ന് MP രാജേഷ് എത്തില്ല, ഈ ഒരു വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തില്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അത് മന്ത്രി റിയാസുമായിട്ടുള്ള കലഹമല്ലേ ഉണ്ടായിരിക്കുന്നത്? പാർട്ടി ഇടപെടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്മാർട്ട് റോഡിൻ്റെ കാര്യത്തിനകത്ത്. അത് ഈ റിയാസ് ഇപ്പം പിണറായി വിജയൻ ആരെയായിരിക്കും സംരക്ഷിക്കുക? മന്ത്രി റിയാസിനെ ആയിരിക്കും സംരക്ഷിക്കുക, മരുമകനെയല്ലേ സംരക്ഷിക്കുകയുള്ളൂ. എന്നാണ് സാർ അതിൻ്റെ എത്രമാത്രം ഔചിത്യമുണ്ട്? കലാഭവൻ റോഡും ഒക്കെ ഇതിന് മുന്നേ ഉദ്ഘാടനമൊക്കെ നടന്നപ്പോൾ MP രാജേഷിനെ പരമാവധി അതിൽ നിന്ന് പിന്നോട്ട് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ ഒരുപക്ഷെ തദ്ദേശ വകുപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടിയത്, ഒപ്പം കോർപ്പറേഷനിൽ നിന്നുമാണ്. അപ്പോൾ ആര്യയ്ക്ക് പിന്നെ അത് പ്രശ്നമല്ല. ആര്യ രാജേന്ദ്രൻ മറ്റേ എപ്പോഴും പൂജിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷേ MP രാജേഷ് നമുക്കറിയാം തദ്ദേശ വകുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുക കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത്തരത്തിൽ മാറ്റി നിർത്തി പിണറായി വിജയൻ എപ്പോഴും മരുമകനെ ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നതിലെ ഒരു പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ആ പാർട്ടിയുടെ നിലപാട് തന്നെ മാറിക്കൊണ്ടിരിക്കുക അല്ല, പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടുകളാണല്ലോ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിയെ അങ്ങനെ ആക്കി തീർക്കും, അതിനുള്ള കഴിവുണ്ട് പിണറായി വിജയന്. പിണറായി വിജയന് 10-15 കൊല്ലം പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. ഇപ്പോൾ 10 കൊല്ലമായിട്ട് ഭരണത്തിലേക്ക് വരികയാണ്, 10 കൊല്ലം ആകാൻ പോവുകയാണ്. അപ്പോൾ 25 വർഷമാകും, അതായത് 1/4 നൂറ്റാണ്ട് ആകും. മുഖ്യമന്ത്രിയായിട്ടും പാർട്ടിയെ കാൽക്കീഴിൽ തന്നെയാണ് പിണറായി വിജയൻ നിർത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ അറിയാം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്, ആരെ തഴയണം, ആരെ ഉൾക്കൊള്ളണം എന്നുള്ള കറക്റ്റ് കാര്യവും അറിയാം. 2021 വമ്പന്മാരെ എടുത്ത് മാറ്റി ആര് ചോദിച്ചു? ഏതെങ്കിലും ഒരു മുതിർന്ന CPM നേതാവ് പറഞ്ഞോ തോമസ് ഐസക്കിനെ മാറ്റി നിർത്തിയത് ഉചിതമായില്ല, G സുധാകരനെ മാറ്റി നിർത്തിയത് ഉചിതമായില്ല, ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാത്തത് തെറ്റായിപ്പോയി എന്നാരെങ്കിലും പറയില്ല. പിണറായി വിജയന് ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് വരുന്ന സമയം മുതൽ തന്നെ ക്രമേണയാണ് എല്ലാത്തിനെയും ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. VSൻ്റെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, VSൻ്റെ പക്ഷക്കാരെ മുഴുവൻ പിണറായി കയ്യിലെടുത്തില്ലേ, ഓരോരോ സ്ഥാനമാനങ്ങളിൽ ഒതുക്കി തീർത്തില്ലേ. അങ്ങനെ മൊത്തത്തിൽ VS പക്ഷത്തെ തന്നെ വെട്ടി നിരത്തിയിട്ടില്ലേ. VS പിണറായി ഏറ്റവും വലിയ ഒരു ശത്രു തന്നെ ആയിരുന്നല്ലോ. എന്ത് വലിയ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരുന്നത്. VS ജീവിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം ഇതൊന്നും അദ്ദേഹം അറിയുന്നില്ല, വയസ്സ് 100 അപ്പോൾ VS പോരാടിയതാണ് ശരിക്കും. പാർട്ടി സമ്മേളന വേദിയിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് പാർട്ടിക്ക് നിരക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പിണറായി
ചെയ്തു പോന്നിട്ടുള്ളത്. പാർട്ടിയെ തൻ്റെ വഴികളിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിന് തൻ്റെ കുടുംബത്തെയും കൂടെ ഇതിനകത്ത് നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. സാധാരണ ആരും തന്നെ നമുക്കൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും ഇത്തരത്തിൽ കുടുംബത്തെ ഇതിലേക്ക് കൊണ്ടുവരാറില്ല. EMS നോക്ക്, EMS ഒക്കെ കിട്ടിയത് മുഴുവന് പാർട്ടിയിലേക്കാണ് കൊടുക്കുന്നത്. ഏതൊരു ചെക്ക് കിട്ടിയാൽ പോലും അത് നേരെ ആ ചെക്ക് AKG സെൻറ്ററിലേക്കാണ് പോകുന്നത്. AKG സെൻറ്ററിലേക്കാണ്. EMS എഴുതി ഒരു ലേഖനം എഴുതിയ മാഗസീനിൽ പ്രസിദ്ധീകരിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫല തുകയുടെ ചെക്കും AKG സെൻറ്ററിലേക്കാണ്. EMSൻ്റെ വീട്ടിൽ EMS എപ്പോഴും ലുങ്കി ധരിക്കുന്ന ആളാണ്. ഒരു ബനിയനും ധരിച്ചാണ് വീട്ടിൽ എഴുതാനൊക്കെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ലുങ്കി ബനിയനും വാങ്ങിക്കണമെന്നുണ്ട് AKG സെൻറ്ററിൽ നിന്ന് പൈസ വരണം. അങ്ങനെയാണ്. ഇത് കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ മരുമകനെ അങ്ങേയറ്റം ബൂസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നിടത്തെല്ലാം തന്നെ ഫ്ലെക്സിൽ ആരൊക്കെയാണുള്ളത്? പിണറായിയും മരുമകനും മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മറ്റു മന്ത്രിമാരെ കുറിച്ച് ആർക്കും അറിവില്ല. എത്ര മന്ത്രിമാരുണ്ടെന്ന് പെട്ടെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. ഇത് കേരളത്തിന് മന്ത്രിയാണോ എന്ന് പലരും ചോദിച്ചു പോകുമെന്നുള്ളതാണ്. ആ CPM-ൻ്റെ ആയാലും CPI-യുടെ ആയാലും കേരള കോൺഗ്രസ് ആയാലും ഒന്നും ആരുടെ അറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം CPM-ൻ്റെ വലിയ ആധിപത്യം, പിണറായിയുടെ ആധിപത്യം തന്നെയാണ് നിൽക്കുന്നത്. അത് എല്ലാവരും വിചാരിച്ചു അങ്ങ് പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ പിണറായി എടുത്ത് അങ്ങ് മറിക്കുമെന്ന്. ഒന്നും മറിച്ചൊന്നുമില്ല. കാരണം കേരളം മാത്രമേ ഒരു പച്ചത്തുരുത്തായിട്ട് നിൽക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നക്കാപ്പിച്ചുകൊണ്ട് വേണം പലർക്കും കഴിയാൻ. ഓരോരുത്തർ പറഞ്ഞു MA ബേബി വന്നപ്പോൾ എടുത്തെന്തോ മറിക്കുമെന്ന്. MA ബേബി MA ബേബി ഒരു സഞ്ചിയും തൂക്കി തെക്ക് വടക്ക് നടക്കുന്നു, അത്രയേ ഉള്ളൂ. അദ്ദേഹം എന്ത് ചെയ്യാന്? ഇന്ത്യയിൽ മുഴുവൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കുന്നില്ല, സമയമില്ല. കാരണം മറ്റു പല ജോലികളുണ്ട്. ട്രംപിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ട്രംപിനെ പിന്നെ ഇടയ്ക്ക് നെതന്യാഹുവിനൊരു വാണിംഗ് ഒക്കെ കൊടുത്തു അദ്ദേഹം. മാവോയിസ്റ്റുകളുടെ പുറകെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, പറയുന്നത് ആരെന്നറിയാമോ എന്നൊക്കെ ഉണ്ട്. പഴയ മുദ്രാവാക്യമാണ് SFIയുടെയും CPM-കാരുടെയും ഒക്കെ. വയലാറിലെ വാരിക്കുന്തം എന്നൊക്കെ പറഞ്ഞുള്ള പഴയ കാലഹരണപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ MA ബേബിക്ക് അങ്ങനെയുള്ള സൈദ്ധാന്തിക വിചാരമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കനിയണമെന്നുള്ളതാണ്. എന്തെങ്കിലും ഇവിടുന്ന് കൊടുക്കണം. കഞ്ഞിയും പയറും കുടിച്ച് കിടക്കണമെങ്കിലും ഈ ഫ്ലൈറ്റിൻ്റെ നെഞ്ചി കയറി പോകണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഡൽഹിയിലും ഇവിടെയൊക്കെ. ഡൽഹിയിൽ AKG ഭവൻ്റെ കറണ്ട് ചാർജ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകണം പൈസ. അല്ലാതില്ല പാർട്ടിക്ക്. കേരളം ആണ് ഇപ്പോൾ അവരുടെ ആശ്രയം. അതുകൊണ്ട് പിണറായി വിജയൻ്റെ മുന്നിൽ ഇവരൊക്കെ എത്ര വഴങ്ങാം, ഒരു നട്ടൽ എത്രത്തോളം വളയ്ക്കാം എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനൊക്കെ ചെയ്യുന്നത്. എന്താണ്? അല്ലാതെ മന്ത്രി റിയാസിനെ ഒന്നും ആർക്കും തൊട്ടൊന്നും കളിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ചോദിച്ചോ? കയറി വന്ന ഉടനെ എത്രയോ പേര് 4ാം വട്ടവും ജയിച്ചു വന്നിരുന്നെങ്കിൽ മന്ത്രി ആകണമായിരുന്നു. വിഷയം വന്നപ്പോഴും പാർട്ടി പറയുന്നത് അത് സർക്കാരിന്റെ പരിപാടിയാണ്. അപ്പൊ ഇവരിങ്ങനെ അവർക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന പരിപാടികളുണ്ടല്ലോ, അത് സർക്കാരിന്റെ ഇതാണ്. അതിന് മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹം അത് നോക്കിക്കോളും. ഞങ്ങൾ പാർട്ടി ഇടപെടേണ്ട കാര്യമല്ല. ഇനി മുഖ്യമന്ത്രി അത് ചെയ്തില്ലെങ്കിൽ പാർട്ടി നോക്കാം എന്നുള്ളത്. കാരണം പിണറായിക്ക് തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ പാർട്ടിക്ക് പോലും ഇത്തരത്തിൽ ഇപ്പം MB രാജേഷിന്റെ കാര്യത്തിൽ മറ്റേതെങ്കിലും അവരുടെ ഒരു പാർട്ടിക്കകത്ത് പോലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയൻ തീരുമാനിക്കണം. പിണറായി ഇല്ലാത്ത ഒരു കാര്യം പാർട്ടി എടുക്കത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ MB രാജേഷിന്റെ കാര്യം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു ചായ്വ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പിന്മാറ്റമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കാരണം ഇപ്പോൾ LDF-ൽ നിന്ന് പലരും BJP-യിലേക്കാണ് പോയിരിക്കുന്നത്. നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വല്ലതും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? കാരണം MB രാജേഷ് അത്രയ്ക്ക് വലിയ കലിപ്പിലാണ്. കാരണം സാറിന് ആലോചിച്ച് നോക്കുക, 4-5 വർഷം ഇത്രയും കിടന്ന് അധ്വാനിച്ചിട്ട് അവസാനം ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിയിട്ട് അത് വല്ലവൻ്റെ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും. അതിൻ്റെ പിതൃത്വത്തിന് വേറൊരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. നമ്മൾ 5 വർഷത്തെ നമ്മുടെ അധ്വാനം, നമ്മുടെ പ്രയത്നം, എന്നിട്ട് വേറൊരാൾ വരുമ്പം അത് എടുത്തോണ്ട് പോകുന്ന ഒരു അവസ്ഥ. MB രാജേഷിന് അതല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. MB രാജേഷ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയാകേണ്ട ആളാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊന്നും CPM വിട്ടിട്ടൊന്നും പോകത്തില്ല. പക്ഷെ അതുവരെയൊന്നും പാർട്ടി ഉണ്ടാകത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇത്രയും വലിയ CPM അനുകൂല ഭാവങ്ങളൊക്കെ പറഞ്ഞവരൊക്കെ പല പാർട്ടിയിലോട്ടും ചേക്കേറിയിട്ടുണ്ട്. പലരും ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട്, തിരിച്ചു മറിച്ചൊക്കെ ഉണ്ട്.